ഹലോ നമസ്കാരം. എല്ലാ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റ് പ്രേമികൾക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഷിജിൻ ആരാധിക വ്ളോഗ് ചാനലാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് IPL ക്രിക്കറ്റിൽ ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൻ്റെ പഞ്ചാബ് വേഴ്സസ് കൊൽക്കത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോസോ ഷോർട്സോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ചൊവ്വാഴ്ച നടന്ന, അതായത് 15-ാം തീയതി നടന്ന പഞ്ചാബ് വേഴ്സസ് കൊൽക്കത്ത മത്സരത്തിൻ്റെ ടോസ് നേടിയ പഞ്ചാബ് ബാറ്റിംഗാണ് തിരഞ്ഞെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിന് ടോസ് നേടിയിട്ടും മികച്ചൊരു റണ്ണിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. 20 ഓവറുള്ള മത്സരത്തിൽ 15.3 ഓവർ ആകുമ്പോഴേക്കും 111 റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ എല്ലാ വിക്കറ്റുകളും നഷ്ടപ്പെട്ടു. കൊൽക്കത്തയ്ക്ക് വേണ്ടി ഹിതേഷ് റാണ 3 വിക്കറ്റുകളാണ് നേടിയത്. പഞ്ചാബിന് വേണ്ടി ബാറ്റിങ്ങിൽ ടോപ്പ് സ്കോറായത് 30 റൺസ് നേടിയ പ്രഭ് സിമ്രാൻ സിംഗ് ആണ്. വളരെ നിസ്സാരമായ ഈ ഒരു ടോട്ടൽ മറികടക്കാൻ കൊൽക്കത്തയ്ക്ക് വളരെ എളുപ്പമായിരുന്നു. എങ്കിലും മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കൊൽക്കത്തയുടെ ബാറ്റിംഗ് ഒരു വേള 3 വിക്കറ്റ് നഷ്ടത്തിൽ 62 റൺസ് എന്ന ശക്തമായ നിലയിൽ നിന്നും വെറും 95 റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ എല്ലാ വിക്കറ്റുകളും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി ഈ മത്സരത്തിൽ പഞ്ചാബ് 16 റൺസിന് കൊൽക്കത്തയെ തോൽപ്പിക്കുകയും ചെയ്തു. 37 റൺസ് നേടിയ രഘുവംശി മാത്രമാണ് കൊൽക്കത്തയ്ക്ക് വേണ്ടി അല്പമെങ്കിലും ചെറുത്തു നിന്നത്. എന്നാൽ കൊൽക്കത്തയെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് പഞ്ചാബിൻ്റെ സ്പിന്നറായ യുസ്വേന്ദ്ര ചാഹലായിരുന്നു. ചാഹൽ 4 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. അദ്ദേഹം തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. വളരെ മികച്ചൊരു മത്സരമായിരുന്നു IPLൽ നടന്നത്. അതുപോലെ ഇന്ന് IPLൽ നടക്കുന്ന മത്സരമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് മുംബൈ മത്സരം. നിലവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ടോസ് നേടിയ മുംബൈ ബൗളിംഗാണ് തിരഞ്ഞെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസാണ് നേടിയിട്ടുള്ളത്. മറുപടി ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. മുംബൈ നിലവിൽ 1 ഓവർ കഴിയുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 4 റൺസ് എന്ന നിലയിലാണ് ഉള്ളത്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇനിയും ഒരു വിശേഷങ്ങളുമായി വരാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.